ദ വോയിസ് ഓഫ് ഇടുക്കിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പറമ്പിൽ ജാതിക്ക പെറുക്കാനായിട്ട് വന്നായിട്ടോ. ജാതിക്ക പെറുക്കാനായിട്ട് കുറച്ച് പഴുക്ക അടിയിട്ടുണ്ട്, അത് പെറുക്കണം. അപ്പം അതിനൊക്കെ ആയിട്ട് വന്ന വഴി കിട്ടുകയാണ് കേട്ടോ. ഇതാ ഒരു ഗ്ലാസ് ദാഹിച്ചുകൊണ്ട് വെച്ചാൽ നീ വെള്ളം കുടിച്ചിട്ട് ആരോ വെള്ളം അടിച്ചിട്ട് വൈകിട്ട് ചെറുതടിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച ഗ്ലാസ്സാണ്. സാരമില്ല, എന്നാലും നമ്മുടെ പറമ്പിലിരുന്ന് കിട്ടിയതാണ്. ആരും പ്രാഗൊന്നും അറിയത്തില്ല. എന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ടാ തിരിച്ചു വരുമ്പോൾ എടുക്കാം. ഇവിടെ വെച്ചിട്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഒരു അൽഫാമൊക്കെ കൂട്ടി ആരോ കഴിച്ചതാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാം. അപ്പോൾ പോകാം. നമ്മുടെ പറമ്പ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ പറമ്പ് വരുന്നത്. ഫുള്ള് റബ്ബറാണ് കേട്ടോ. റബ്ബർ നമ്മൾ വെട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിയ മരമാണ് കേട്ടോ. ഈ വർഷത്തെ ടാപ്പിങ് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ചധികം കാടൊക്കെ ഉണ്ട്. ഇപ്പം ഇത്രയും നാളും അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ മഴയായിരുന്നു കേട്ടോ. ഇപ്പം മുകളിൽ വഴിയാണ്, ഇങ്ങനെ താഴത്തേക്കാണ് കേട്ടോ ഫുള്ള് പറമ്പ് കിടക്കുന്നത്. വലിയ വലിയ റബ്ബർ മരങ്ങളാണ് കേട്ടോ. വലിയ കാറ്റും മഴയും വരുമ്പോൾ കുറേ മരങ്ങൾ നമുക്ക് ഒടിഞ്ഞ് നഷ്ടപ്പെട്ടും പോയിട്ടുണ്ട്. പിന്നെ പകുതി ഇങ്ങനെ കുറ്റിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മരവും നമുക്ക് നഷ്ടപ്പെട്ട് പോകുകയുള്ളൂ. അപ്പം അങ്ങനെ വരുന്നെങ്കിൽ ചിലപ്പോൾ ഒക്കെ അത് വെട്ടി ഇങ്ങനെ കൊടുക്കും. ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് താഴെ വരെ കുറച്ചിട വരെ ഒരു 3/4 ഭാഗത്തോളം, 3/4 കേട്ടോ, ഒരു 90% വരെ റബ്ബറാണ്. ബാക്കി കുറച്ച് ഭാഗം നമുക്ക് ജാതിയാണ് കേട്ടോ. താഴെ കണ്ടമായിരുന്നു. അപ്പോൾ അവിടെ ജാതിയാണ് കേട്ടോ. അതിൻ്റെ താഴെ ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്. തീരെ ചെറിയ കൈത്തോട് അങ്ങനെയൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം വലിയ തോടാണ്. വലിയ മഴ പെയ്യുമ്പോൾ 2 കരയും നിറഞ്ഞ് വെള്ളമൊക്കെ ഒഴുകും കേട്ടോ. അപ്പോൾ താഴെ വശത്തൊന്നും വലിയ കാടില്ല. ഇടയ്ക്കൊക്കെ സ്ഥലങ്ങളിൽ നല്ല കാടാണ് കേട്ടോ. അപ്പോൾ താഴെ ചെന്നിട്ട് കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ റബ്ബർ മരത്തിൽ ഇങ്ങനെ കയറുന്ന ഒരു സൈസ് ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. പല ഇങ്ങനെ വീടിൻ്റെ മതിലുകളിലൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കുന്ന കാണാം കേട്ടോ. നമ്മുടെ ഒട്ടുമിക്ക റബ്ബറിൻ്റെ മരത്തിലും ഇങ്ങനെ ഇതുണ്ട് കേട്ടോ. ഇത് ടൈപ്പ് ചെടിയാണെന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് ചെടിയൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ താഴെ ജാതിക്ക ഉള്ളിടത്ത് ജാതിത്തോട്ടത്തിൽ ഞങ്ങൾ വന്നു. അപ്പോൾ ജാതിക്കയൊക്കെ തീരെ കുറവാണ് കേട്ടോ. ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാവേ. അപ്പോൾ കുറച്ച് ജാതിക്കയൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെയൊക്കെ പോയൊക്കെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് കരികിലയാണേ. അപ്പം അതിൻ്റെ ഇടയ്ക്കെന്ന് വേണം നമ്മളിങ്ങനെ ചപ്പൊക്കെ മാറ്റിയിട്ട് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജാതിക്ക കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വല്ലപ്പോഴും ഒക്കെയാണ് കേട്ടോ വരാറുള്ളേ. കാരണം എന്നും വരാനുള്ള ഒരു മുതൽ നമുക്കിതിൽ നിന്ന് ഇപ്പോൾ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ചില ഒക്ടോബർ നവംബർ മാസത്തിലൊക്കെ നല്ല കായ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ തീരെ കുറവാകും കേട്ടോ. ഇതുപോലെ ചിലതൊക്കെ ഇങ്ങനെ മണ്ണിൽ പൂണ്ടൊക്കെ കിടക്കുകയും അപ്പോൾ ഇതിങ്ങനെ മുളച്ച് വരും. അപ്പോൾ ഈ മുള അടത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെക്കൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ തേർഡ് ക്വാളിറ്റി കായ ആയിട്ടാണ് പോകുള്ളൂ. ഫസ്റ്റ് ക്വാളിറ്റി കായ വരുന്നത് അതിൻ്റെ പുറത്തൊരു ഇനാമൽ പോലെയുണ്ട് കേട്ടോ. നമ്മുടെ ജാതിക്ക തൊണ്ടിൻ്റെ അതൊക്കെ പോകാത്ത നല്ല സുന്ദരമായിട്ടിരിക്കുന്ന കായാണ് ഫസ്റ്റ് ക്വാളിറ്റി കായ വരുന്നത്. അതിന് ഇപ്പോൾ റേറ്റ് 300 കേട്ടോ. നേരത്തെ 400-450 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാകളൊക്കെയാണ് ഉള്ളൂ. ഇത് റബ്ബറിൻ്റെ കായാണ് കേട്ടോ. ഇത് പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പം റബ്ബർ കായാണോ ജാതിക്കയാണോ എന്ന് അറിയാതെ ഞങ്ങൾ ഒരുപാടെണ്ണം പെറുക്കി വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പം ഞങ്ങളിതെല്ലാം ഒന്ന് പെറുക്കി എടുക്കട്ടെ. അപ്പം ഞാനിങ്ങനെ പെറുക്കിക്കൊണ്ട് വെക്കുമെന്ന് ചേട്ടൻ എന്തേ നല്ല സുഖമാനായിട്ട് വീഡിയോ എടുത്ത് വെക്കുക, അത് പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ വേഗം പെറുക്കി എടുക്കട്ടെ കേട്ടോ. ഇതുപോലെ കൊക്കോയുടെ തൈയും ജാതിയുടെ തൈയൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ പറമ്പിക്കൂടെ. 1 തട്ടായത് 2 തട്ടായ ജാതിയുടെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ മുളച്ച് കഴിഞ്ഞ് ഒരുവിധം മുളച്ചതൊക്കെ നമ്മളിങ്ങനെ മാറ്റി നിർത്തുവേ. ചിലപ്പോൾ ഒക്കെ പറിച്ച് വയ്ക്കുവേ. ഇതാണ് കേട്ടോ നമ്മുടെ പറമ്പിൻ്റെ തൊട്ട് ചേർന്നുള്ള തോട്. ഇത് വലിയൊരു പനയാണ് കേട്ടോ. ഇതുണ്ടോ, ചെത്തുന്ന പനയൊന്നുമല്ല, ചുമ്മാ പനയാണ്. ഇതിങ്ങനെ ഇതുണ്ടോ വലിയ അതിൻ്റെ വേരാണ് കേട്ടോ മൊത്തം. അതിൻ്റെ ചോട്ടിക്കട മൊത്തം കായാണ്. കായ ഇങ്ങനെ വീണ് കിടക്കുക. ഇതുണ്ടോ, ഇതാണ് ഞങ്ങളുടെ തോട്. ഇപ്പോൾ വെള്ളം കുറവാണെന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത്രയും വരെ പൊങ്ങി വലിയ വെള്ളമൊക്കെ വരുന്നതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. ഇങ്ങനെ കരികിലൊക്കെ വീണ് ചീഞ്ഞ് അങ്ങനെ ഉണ്ട് അല്ലാതെ ഒരു അഴുക്കോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റോ കുപ്പി അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കാരണം ഇത് ഒരു സൈഡ് നമ്മുടെ പറമ്പ്, ഒരു സൈഡ് വേറൊരു ചേട്ടൻ്റെ പറമ്പ്, അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അധികം ആരും അങ്ങനെ ഇടപെടാത്ത ഒരു തോടായതുകൊണ്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീനാണ് നമ്മുടെ തോട്ടിലേക്ക് ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു തെങ്ങിൻ്റെ ചുവടാണ് കേട്ടോ ഇതായി കാണുന്നത്. അത് മൊത്തം ഇങ്ങനെ മുള്ളം പന്നി
കടിച്ച് കാർന്ന് വെച്ചേക്കണം. മുള്ളൻപന്നിയുണ്ട്, കാട്ടുപന്നിയൊക്കെ ചിലപ്പോൾ ഒക്കെ ഈ പറമ്പിൽ കൂടെ വരാറുണ്ട്. മുള്ളൻപന്നിയുടെ നല്ല ശല്യം നമുക്കുണ്ട്. ജാതിക്കയൊന്നും പിന്നെ ഒന്നും എടുത്തുകൊണ്ട് പോലെ ഞണ്ട് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ജാതിക്ക ഞണ്ടിൻ്റെ പൊത്തിൻ്റെ അകത്ത് അത് കൊണ്ടുപോയിട്ട് അവരെന്താ തിന്നണം, അവർ പത്രയെ തിന്നും. എന്നിട്ട് തിരിച്ച് മണ്ണ് തള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ജാതിക്ക തിരിച്ചും കൊണ്ട് തരും കേട്ടോ. ഇതാണ് നമ്മുടെ പറമ്പ്. ഇങ്ങനെ ഫുള്ളിങ്ങനെ അങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ അത് ഫുള്ള് ജാതിയാണ് കേട്ടോ. ഒരു 10-18 ജാതി മരങ്ങൾ നമുക്ക് അതിലുണ്ട്. ബാക്കി ഫുള്ള് കുറച്ചുകൂടെ കൊക്കോയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം കൊക്കോയും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകൾ വശത്താണ് നമ്മുടെ റബ്ബർ വരുന്നത്. കഴിഞ്ഞ തവണത്തെ മഴയ്ക്ക് ഒരു റബ്ബർ വീണ് അത് നല്ലതായിട്ട് കായ്ക്കുന്ന ഒരു കമുകൊക്കെ മറിച്ച് കൊക്കോയും മറിച്ചുകൊണ്ട് കിടക്കുന്നതാണ് കേട്ടോ. ഇത് കിടക്കണേ. നമ്മൾ ജാതിയുടെ മുകളിലൊക്കെ വെട്ടി മാറ്റി റബ്ബർ നമ്മൾ കൊടുത്തായിരുന്നു ഒടിഞ്ഞ ഇത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വിറക് നമ്മൾ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഒരുപാട് ദൂരം മേളിലേക്ക് നമ്മൾ ചുമന്ന് കയറ്റണം. പിന്നെ ഇപ്പോൾ കുറച്ചധികം വിറകുള്ളത് കൊണ്ടുമാണ് ഇതിങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. ഇവിടെ ഫുള്ളിങ്ങനെ ഈറ്റയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളമുണ്ട്, ഫുള്ള് ഈറ്റയുണ്ട്. നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന്, വീട്ടിലേക്കെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചക്കയും മാങ്ങയൊക്കെ പറിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈറ്റയൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ വെട്ടിക്കൊണ്ട് പോകുന്നത്. നല്ല നീളമുള്ള വലിയ ഈറ്റ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ലാവിഷായിട്ട് ഈറ്റകൾ നമ്മളിവിടുന്ന് വെട്ടിക്കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പറമ്പും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഇങ്ങനെ ജാതിക്കൊന്നും കാണിക്കാനൊന്നും പോലും നമ്മുടെ ഇതിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും ജാതിക്കയാണ് നമുക്ക് കിട്ടിയിട്ട്. ഇത്തിരി കാപ്പിക്കുരുവും കിട്ടിയിട്ട് അത് ഞാനിങ്ങനെ അതോടുകൂടി ഇങ്ങനെ ഒടിച്ചു കൊടുത്തു. കാപ്പിക്കുരു നമ്മളുള്ളത് പറിച്ചായിരുന്നേ. അപ്പോൾ കൊക്കോ ഉണ്ടെങ്കിൽ ഇടാൻ അത് എല്ലാം അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ തോടിൻ്റെ ഒരു സൈഡാണ്. 2 സൈഡിൽ നിന്ന് ഒരു കൈത്തോട് പോലെ 2 വന്നിട്ട് പിന്നെ ജോയിൻ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കുഞ്ഞി തോടെയുള്ളേ. അപ്പോൾ ജാതിക്ക ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ എന്തോ ജീവി തിന്നിട്ട് പോകുന്നതാണേ. ഒച്ചാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതുണ്ടോ ജാതിക്കയുടെ ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ കരണ്ട് നിന്നിട്ട് പോയേക്കുവാണ്. എന്ത് ജീവിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ജാതിയുടെ തൈയൊക്കെ തന്നെ വീണ് കിളർത്ത് നിൽക്കുന്ന കേട്ടോ. 4 തട്ട് 5 തട്ടൊക്കെ ആയ ജാതിയാണ്. ഇത് ബഡ് ചെയ്താൽ പെട്ടെന്ന് കായ്ക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പറമ്പിൽ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തോട് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ കഴിഞ്ഞ മഴയ്ക്ക് വന്ന് നമ്മുടെ കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ട്. ഇതുണ്ടോ നല്ല കണ്ണീര് പോലത്തെ തെളിഞ്ഞ വെള്ളം എന്നൊക്കെ പറയല്, അങ്ങനെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ശരിയാക്കാമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഇത് അപ്പുറത്തെ വേറെ പറമ്പാണേ. അപ്പോൾ അങ്ങനെ അധികം മനുഷ്യരുമായിട്ട് ഇടപെടാത്തൊരു തോടായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ല ക്ലീനായിട്ട് കിടക്കുന്നത്. ആരും ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് പോവുക, ഇവിടെ വന്ന് അലക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ അലക്കുമായിരുന്നേ. അപ്പോൾ നമ്മൾ അടയ്ക്ക ഉണ്ടോയെന്നൊക്കെ തേടി വന്നതാണ്. പക്ഷേ അടയ്ക്ക ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കോഴിക്ക് കുറച്ച് നമ്മുടെ ഇൻസുലിൻ പ്ലാന്റിൻ്റെ ഇത് വെട്ടിക്കൊണ്ട് പോകണം കോഴിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് വെട്ടുവാണ് ഞാൻ. അപ്പോൾ നമ്മളൊരു കാര്യം കാണിച്ചു തരാം. തഴയാണ് കേട്ടോ. ഇതാ ഈ നിൽക്കുന്ന ഇതുണ്ടോ, പണ്ട് പായും മറ്റേ മീനൊക്കെ കൊണ്ടുവരുന്ന കൊട്ടയൊക്കെ ഇല്ലേ, അതൊക്കെ നെയ്യുന്ന തഴയാണ് കേട്ടോ. അതായത് ഇതിങ്ങനെ കൂടുതലും വെള്ളമുള്ള സ്ഥലത്തൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതവിടെയുണ്ട്. ഇതാണ് കേട്ടോ ഇൻസുലിൻ പ്ലാന്റ്. ഇത് ശരിക്കുള്ള ഇൻസുലിൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഷേപ്പ് കണ്ടിട്ട് അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെട്ടിയെടുക്കണം. ഇത് ഭയങ്കര തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ട്. കാരണം തോടിൻ്റെ സൈഡും കൂടെ ആയതുകൊണ്ട് ഇതിങ്ങനെ ഭയങ്കര കരുത്തിൽ വളർന്ന് അങ്ങ് നിൽക്കുവാണേ. അപ്പോൾ നമുക്ക് കുറച്ച് മതി കേട്ടോ. നമ്മളിതിങ്ങനെ വെട്ടിക്കൊണ്ട് പോകും അല്ലാതെ എങ്ങനെ ആരും ഇല്ല കേട്ടോ. പിന്നെ ഭയങ്കര വേനൽക്കാലത്തൊക്കെ ആരെങ്കിലുമൊക്കെ പശുവിനൊക്കെ വെട്ടിക്കൊണ്ട് പോകും, അത്രയുള്ള ഫുള്ള് ഈറ്റയുണ്ട് കേട്ടോ. കൂടുതലും ഈറ്റയാണ്. തോടിൻ്റെ 2 സൈഡും ഈറ്റയാണ്. കേട്ടോ വലിയതാണ് കേട്ടോ. എന്നേക്കാളും വലുതാണെന്ന് പറയാം. ഒരു 2-3 വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാനിങ്ങനെ വലിച്ച് പൊക്കില്ലാത്ത പോലെ ആയിപ്പോയി കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര കൊഴുപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കെട്ടി നമുക്ക് മേളിൽ കൊണ്ടുപോയിട്ട് ഇനി കാണാം. അപ്പം നമുക്ക് വളരെ കുറച്ച് മതി കേട്ടോ. പക്ഷെ നല്ല വെയിറ്റാണ് കേട്ടോ. ഭയങ്കര പച്ച ഇങ്ങനെ കൊഴുപ്പായിട്ട് നിൽക്കുന്നതായതുകൊണ്ടേ. അപ്പോൾ അതെ ഇത്രയും ഞാനിന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് മതി കേട്ടോ. 3-4 ദിവസത്തേക്ക് കോഴിക്ക് കൊടുക്കാനുള്ളുണ്ട്. അപ്പോൾ ഇതൊക്കെയായിട്ട് അപ്പം ഞങ്ങളിത് നേരെ മേളിലേക്ക് കയറി പോവാണ്. സ്കൂട്ടിയും കൊണ്ടാണ് കേട്ടോ
വീട്ടിൽ നിന്ന് നമ്മൾ വന്നതേ. കേട്ടോ, എന്നേക്കാളും വലിയ നീളത്തിലുള്ള ഇൻസുലിൻ പ്ലാന്റാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായൊരു വള്ളിയൊക്കെ ഇട്ട് ചുമ്മാ കെട്ടിയത്. അപ്പം മേളിൽ കയറി വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാമെന്ന്. 4 വീലർ ലൈസൻസ് ഉണ്ടെങ്കിലും 2 വീലർ ലൈസൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ പഠിച്ചെടുത്തിട്ടില്ലാത്തതുകൊണ്ട് വഴി ഇവിടെ നല്ലതാണ് കേട്ടോ. അപ്പം നല്ല വഴിയായിട്ട് ജസ്റ്റ് ഒരു വണ്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി, ഒരു 3-4 റൗണ്ട് ഓടിച്ച് നോക്കിയിട്ട് എന്നിട്ട് പോയിട്ട് എന്നോട് കാല് കയറ്റി വെക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് വരുന്നില്ല കേട്ടോ. വണ്ടിക്ക് ചെരിവാണെന്ന് ഞാൻ പറയുന്നത്. വണ്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് പോവാണ്. വണ്ടി തിരിക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം കേട്ടോ. പക്ഷേ എന്തോ അതിങ്ങനെ ചെരിഞ്ഞ് പോകുന്നു. നന്നായിട്ട് പഠിച്ചെടുക്കാം. ഞാൻ എന്നേലും പഠിച്ചെടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഞാൻ ഓടിക്കുമായിരിക്കും. പണ്ടേ പഠിച്ചെടുക്കാൻ സമയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിതുവരെ പഠിച്ചെടുത്തിട്ടില്ല, അതാണ് വാസ്തവം. 4 വീലർ ഓടിക്കുമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഫ്രണ്ടിൽ കയറി ഓടിക്കുമ്പോഴേ ഇത് മാത്രം പോകുന്നതിനുള്ള വഴിയുള്ള പോലെ എനിക്ക് തോന്നും. വേറെ വണ്ടിക്കൊന്നും പോകാൻ ഇടയില്ലാത്തതിൽ നന്നായിട്ട് ഡ്രൈവിങ് പഠിക്കാത്തതിൻ്റെ കുഴപ്പം അതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇറക്കമൊക്കെ ആയതുകൊണ്ട് ഇതിങ്ങനെ ഓടിച്ചു പോകാൻ സുഖമാണ്. പക്ഷെ കാല് കയറ്റി വയ്ക്കാൻ മാത്രമുള്ള കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ ദേ പോകുന്നുണ്ട്.